സീറോ മലബാർ സഭയിൽ കുർബാന തർക്കം നടക്കുന്ന കാലടി മറ്റൂർ പള്ളിയിൽ മഞ്ഞളി അച്ഛനും വിശ്വാസികളും തമ്മിൽ കുറച്ചു കാലമായി കേസ് നടക്കുകയാണ്. നമുക്കറിയാം, സിനഡ് കുർബാനയെ ചൊല്ലി അച്ഛനുമായി വാക്കുതർക്കം ഉണ്ടായതിനു ശേഷം അച്ഛൻ വിശ്വാസികൾക്കെതിരെ കേസ് കൊടുത്തത്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അച്ഛനുമായി തർക്കമുണ്ടായി. ആ കേസിലെ പ്രതികളായ വിശ്വാസികൾ 11 പേരും അച്ഛനെ നേരിട്ട് കണ്ട് തെറ്റേറ്റു പറഞ്ഞുവെങ്കിലും അച്ഛൻ ക്ഷമിക്കുവാനോ കേസ് പിൻവലിക്കാനോ തയ്യാറല്ല. പകരം അച്ഛൻ പറയുന്നത് എന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നാണ്. ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അങ്ങനെയാണെങ്കിൽ അത് അച്ഛൻ തുറന്ന് പറയുന്നില്ല. എനിക്ക് വിരോധമില്ലെന്ന് പറഞ്ഞ മഞ്ഞളി അച്ഛൻ പക്ഷേ വിശ്വാസികളോട് പക പോക്കുകയാണ്. അച്ഛൻ വിശ്വാസികളെ ആക്ഷേപിക്കുകയും വിവിധ കമ്മിറ്റികളിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്തു. മാത്രമല്ല, ഇടവകയിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനവും ആരോപിച്ചു. ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ ഫ്രീസ് ചെയ്തു. ഇതുമൂലം ഇടവകയിലെ വളരെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചു കൊണ്ടിരുന്നത് നിലച്ചു. നിത്യ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാതായി. ഇപ്പോൾ ഇതിലെ അംഗങ്ങൾ സ്വന്തം കയ്യിൽ നിന്നുമാണ് സഹായങ്ങൾ കൊടുക്കുന്നത്. ഇത് സംബന്ധിച്ച് അതിരൂപതയിൽ പരാതി കൊടുത്തുവെങ്കിലും ഇതുവരെ പരിഹാരമായില്ലെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്തില്ല. അച്ഛനെയും വിമതരെയും ഭയന്നിട്ടാണ് പരാതിയെക്കുറിച്ച് അന്വേഷിക്കാത്തത്. ഈ സൊസൈറ്റി വഴി പാവങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സഹായം നൽകി വരുന്നത് നിലയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പട്ടിണി പാവങ്ങളുടെ ജീവിതം വഴി മുടക്കുന്ന മഞ്ഞളി അച്ഛ, കണ്ണിൽ ചോരയില്ലാത്ത പെരുമാറ്റം ഇനിയെങ്കിലും നിർത്തണം. കാരണം നിങ്ങളെപ്പോലുള്ളവർ മൊത്തം വൈദികർക്ക് അപമാനമാവുകയാണ്. ഈ ക്രൂരത കാട്ടിക്കൂട്ടുന്ന അച്ഛ, നിങ്ങളുടെ പ്രസംഗവും ധ്യാനവും ഉപദേശവും ഒക്കെ ഇതൊന്നുമല്ലല്ലോ. അപ്പോൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും. നിങ്ങളുടെയൊക്കെ വാക്കുകൾ, പ്രസംഗങ്ങൾ, ധ്യാനങ്ങളൊക്കെ കേൾക്കാൻ വരുന്നവരെ വിഡ്ഢികളാക്കുകയാണ്. വിഡ്ഢികളും മൊണ്ണകളുമാണ് അങ്ങയുടെ ധ്യാനത്തിന് വരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി.